വെല്ലുവിളികളെ കരുത്താക്കി മാറ്റി ഭാരതത്തിന്റെ നാവികസേന. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷയും സഹകരണവും ശക്തമാക്കിക്കൊണ്ട് നാവികസേനയുടെ ചരിത്രപരമായ IOS സാഗർ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ദൗത്യത്തിൽ പങ്കാളിയായ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS സുനയെ കൊച്ചി തീരത്ത് തിരിച്ചെത്തി. 16 സൗഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള 38ഓളം നാവികരുമായാണ് കപ്പൽ കൊച്ചിയിൽ ലാൻഡ് ചെയ്തത്. മുംബൈയിൽ നിന്നും ആരംഭിച്ച ദീർഘകാല ബഹുരാഷ്ട്ര ദൗത്യത്തിനാണ് ഇതോടെ കൊച്ചിയിൽ പരിസമാപ്തിയായത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയുടെ കൂട്ടായ സുരക്ഷയും സമുദ്ര സഹകരണവും ലക്ഷ്യമിട്ട് നാവികസേന നടത്തിയ സമാനതകളില്ലാത്ത സുരക്ഷാ ദൗത്യമാണ് കൊച്ചിയിൽ വിജയകരമായി സമാപിച്ചത്. 16 സമുദ്രതീര രാജ്യങ്ങളിൽ നിന്നുള്ള 38 നാവികരുമായി 1.5 മാസത്തിലേറെ നീണ്ട സമുദ്ര പര്യടനത്തിന് ശേഷമാണ് INS സുനൈന കൊച്ചി തീരത്തെത്തിയത്. നേവൽ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ക്രാഫ്റ്റുകളുടെ അകമ്പടിയോടെ കപ്പലിനെ കൊച്ചി ഹാർബറിലേക്ക് സ്വീകരിച്ചു. സദേൺ നേവൽ കമാൻഡ് ഫ്ലാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സമീർ സക്സേനയുടെ നേതൃത്വത്തിൽ ദൗത്യസംഘത്തെ സ്വീകരിച്ചു. കഠിനമായ ഈ ദൗത്യത്തിലുടനീളം ബഹുരാഷ്ട്ര സംഘം പുലർത്തിയ മികച്ച ഒത്തൊരുമയെയും പ്രൊഫഷണലിസത്തെയും അദ്ദേഹം അഭിനന്ദിച്ചു. സമുദ്രമേഖലയിലെ വളർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഒന്നിച്ചു നേരിടാൻ ഇത്തരം സംയുക്ത നീക്കങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. When IOS Sagar sailed from Mumbai on the 2nd of April this year, she carried with her India's message, friendship, trust, inclusivity, and a shared maritime responsibility. These engagements strengthen mutual understanding and build the kind of trust that becomes invaluable during times of maritime emergencies, humanitarian crisis, disaster relief operations, and cooperative security missions. യാത്രക്കിടയിൽ മാലെ, ഫൂക്കറ്റ്, ജക്കാർത്ത, സിംഗപ്പൂർ, യാങ്കോൺ, കൊളംബോ ഉൾപ്പെടെയുള്ള പ്രമുഖ വിദേശ തുറമുഖങ്ങളിൽ കപ്പൽ സന്ദർശനം നടത്തി. ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ, മലേഷ്യ, UAE തുടങ്ങി 16ഓളം രാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ നടന്ന ഏറ്റവും വിപുലമായ ബഹുരാഷ്ട്ര ദൗത്യമാണിത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സൗഹൃദവും മെച്ചപ്പെടുത്താനായി. There was a bit of a challenge wherein everyone comes from different nationalities and different social backgrounds. But with the harbour training phase and small things like casual interactions, sharing our meals together, going out into the town together and interacting with each other and in a very informal setting, we broke down these social barriers. And I must say that our friends from these partner nations have adapted very well, and the Indian naval officers and sailors have made very good friends with our foreign sailors and officers, and we have completed the mission of security and growth for all in the region. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാഗർ മഹാസാഗർ എന്ന സമുദ്ര സുരക്ഷാ കാഴ്ചപ്പാടുകൾ മുൻനിർത്തി വൺ ഓഷ്യൻ വൺ മിഷൻ എന്ന പ്രമേയത്തിലായിരുന്നു ദൗത്യം. കടൽക്കൊള്ള, അനധികൃത മത്സ്യബന്ധനം, മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവ തടയുന്നതിനുള്ള സംയുക്ത പരിശീലനങ്ങളും ആശയവിനിമയങ്ങളും യാത്രയുടെ ഭാഗമായി നടന്നു. സമുദ്ര സുരക്ഷയിൽ ഭാരതത്തിന്റെ നിർണായക പങ്കാളിത്തം അടിവരയിടുന്നതാണ് IOS സാഗർ ദൗത്യത്തിന്റെ ഈ വൻ വിജയം. ജനം, കൊച്ചി.